ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ്. നെത്തോലി അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള 1 കിലോ നെത്തോലിയാണ് ഇവിടെ അച്ചാറിടാനായിട്ട് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെത്തോലിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് മീനൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ അച്ചാറിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ: ഒരു 100 ഗ്രാം വെളുത്തുള്ളി, 75 ഗ്രാം ഇഞ്ചി, ഒരു 8 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. പിന്നീട് വേണ്ടത് ഒരു 5 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് അച്ചാർപ്പൊടി, 1/2 കപ്പ് വിനാഗിരി. അച്ചാറുപൊടി ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് കടുക്, ഉലുവ, കായപ്പൊടി ഈ വക സാധനങ്ങളൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കുകയും കൂടെ വേണം. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കിലോ നെത്തോലി അച്ചാറിടാനായിട്ട് 200 മില്ലി നല്ലെണ്ണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുഴച്ചു വെച്ചിരിക്കുന്ന നെത്തോലി 2 പോർഷനായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഒരു റൗണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം. മീൻ നന്നായി വെന്ത് ഒരു ഞെരിച്ചിലൊക്കെ വരുന്ന പരുവത്തിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ എണ്ണയിലോട്ട് ബാക്കിയുള്ള മീനൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മീനെല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ഇട്ട് കൊടുക്കണം. എണ്ണ ബാക്കിയുള്ള എണ്ണയും കൂടെ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അച്ചാർ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ അച്ചാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും കൂടെ വേണം. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സേഫ്. അച്ചാർ പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഒരു 1/2 കപ്പ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് വീണ്ടും കത്തിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്രേവി ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻ നന്നായിട്ട് ഈ ഒരു ഗ്രേവിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചാറി എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ആയിട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ രുചി നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്പസമയം കഴിയുമ്പോഴത്തേക്ക് ഈ എണ്ണയെല്ലാം ഈ അച്ചാറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചോറിന്റെ കൂടെ ദോശ, ചപ്പാത്തി എല്ലാത്തിന്റെ കൂടെ കഴിക്കാനും നല്ല ഒരു കോമ്പിനേഷനാണ് ഈ അച്ചാർ. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.